അൻവർ എങ്ങനെ അന്വേഷണത്തെക്കുറിച്ച് അറിയാം? അന്വേഷണം അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ. അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് പറയേണ്ടത്. അൻവറിൻ്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ നിലപാടല്ല. അതാണ് അതെനിക്ക് പറയാൻ കഴിയില്ല. അതുണ്ടെങ്കിൽ അതായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാമല്ലോ. അത് ഒരു സ്വയം ചില നിലപാടിൽ നിന്നൊക്കെ തോന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ഗവൺമെന്റ് മുമ്പായി അദ്ദേഹത്തിന് ഉന്നയിക്കാം. ഒരു പ്രതിസന്ധിയില്ല. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി അതിജീവിച്ചിട്ടാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അതിജീവിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ല. അത് ആലോചിച്ചിട്ട് പറയാം. അൻവറിൻ്റെ പേര് CPM-ൽ ഒരു അംഗമാണെങ്കിൽ ഉടനെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാം. അതല്ല അത് എവിടുന്ന് സസ്പെൻഡ് ചെയ്യണം? അതുകൊണ്ട് ഞാൻ പറയുന്നത് വെറുതെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള വേറൊരു കുഴപ്പം. നമ്മൾ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പുറത്ത് പറയുക. അത് ശരിയല്ല. അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അൻവറിനോട് എടുക്കുന്ന നിലപാട് തുടർന്ന് നിലപാട് എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അത് തുടർന്ന് CPM ആലോചിച്ച് നിലപാട് പറയും. അതേപ്പം പറയാം. ഇപ്പം ഞാൻ TP രാമകൃഷ്ണൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. അൻവറിൻ്റെ നിലപാട് തിരുത്തണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. തിരുത്തിയാൽ എന്തെന്നുള്ള അന്നേരം ആലോചിക്കുക. അയാൾക്ക് തിരുത്താൻ സാധിക്കുമോ? അദ്ദേഹം തന്നെ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ, ഞാൻ ഓപ്പണായിട്ട് എനിക്ക് പറയുന്നില്ല, നിർത്തിയതല്ലേ. ഇന്നല്ലേ പൊടുന്നനെ എന്താ അങ്ങനെ ഒരു പ്രകോപനം? പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇന്നലെ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കത്തുകളും മറ്റു സംഗതികളെല്ലാം പാർട്ടി സെക്രട്ടറി പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. എന്താ പിന്നെ ഇത്ര ധൃതി ഇങ്ങനെ കാണിക്കുന്ന? പരാതിയുടെ കാര്യം അന്വേഷിക്കണമെന്നുള്ളത് നേരത്തെ പറഞ്ഞതാണല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് പാർട്ടി മാറിയിട്ടില്ല, ഗോവിന്ദ മാഷ് മാറിയിട്ടില്ല, ഞാനും മാറിയിട്ടില്ല. അതാണ് പ്രശ്നം. പിന്നെ ഓരോ ദിവസം ഞാൻ ഒരിക്കൽ ചാനൽ പത്രക്കാരോട് ഞാൻ സംസാരിച്ചു. ഓരോ ദിവസവും ആരോപണം ഉന്നയിക്കുക, അതെന്തൊരു രീതിയാണ്? അതൊരു മാന്യമായ ലക്ഷണമാണ്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക, അതൊരു ശരിയായ രീതിയല്ലല്ലോ. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്ക്. അതിൻ്റെ എല്ലാ വിവരങ്ങളും പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളുടെ പാവയാകുന്നു അൻവറെന്ന് അത് ഏതെങ്കിലും വിധത്തിൽ അത് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചതല്ലേ. അല്ല അത് ശത്രുക്കളുടെ കൈ കളിക്കുന്നതാണ്. അതെന്റെ നിലപാട്. പത്രസമ്മേളനം തുടങ്ങിയ സമയത്ത് എന്നെ തടഞ്ഞു വെക്കല്ല, എന്നെ ഒന്ന് വിടുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നത്. അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇനി നമുക്ക് കാര്യങ്ങൾ പറയാമല്ലോ. ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അൻവറിൻ്റെ പത്രസമ്മേളനം അവസാനിച്ച് കഴിഞ്ഞിട്ട് അത് തീരട്ടെ. എന്നിട്ട് ഇനി എന്തൊക്കെയാ പറയാന്നുള്ളത് നമുക്ക് നോക്കപ്പോൾ ഒരു മണിക്കൂറിലധികമായി. അപ്പം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, ഞാനിവിടെ ബാലസംഘത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായ സാഹിത്യ സംഘം രൂപീകരണ യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നതും. ഞാൻ നേരത്തെ പലരും എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇത് കേട്ടതിന് ശേഷം പ്രതികരിക്കണമെങ്കിൽ നാളെ പ്രതികരിക്കാം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ എന്നെ വലയം വെക്കുന്നുള്ള കാര്യം, ഇങ്ങനെ വളഞ്ഞു വെക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് മാന്യമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ നിലയിൽ അത് നമുക്ക് നിർത്താം. നമുക്ക് നാളെ ഇനിയും ചോദിക്കാം. ഇന്നെനിക്കാണ് ഞാൻ പോവാം, ഞാൻ പേരാമ്പ്രയിലേക്ക് പോവാം.